എന്ന് പറയുന്ന വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോലും പറ്റാത്ത ഒരു സംസ്ഥാനമാണ് ഗോവ. ഒരാളെ പോലും പണിക്ക് കിട്ടില്ല. കാരണം ഗോവയിൽ ആകെ 2 ഡിസ്ട്രിക്റ്റ്, ഒന്ന് മൈനിങ് ആണ്, മറ്റൊന്ന് ടൂറിസം ആണ്. ഇതിൽ ഏതിൽ പോയി കഴിഞ്ഞാലും ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടും. അങ്ങനൊരു പദ്ധതിക്ക് അവിടെ ആളെ പോലും കിട്ടാത്ത അവസ്ഥ. ആ തരത്തിൽ വലിയ തോതിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുള്ള സംസ്ഥാനമാണ്. ഇതിപ്പോൾ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. ഗോവയിലെ മുഖ്യമന്ത്രി കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മൈനിങ് അവസാനിച്ചു, മൈനിങ് സ്റ്റോപ്പ് ചെയ്തു. മൈനിങ് ലോബി അങ്ങനെ തന്നെ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുകയാണ്. വലിയ മൈനുകളെല്ലാം തന്നെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അവിടെ തിരിച്ചൊരു റിവൈവലില്ല, ഗ്രീൻ ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ റിവൈവലിനെ ശ്രമിക്കുകയാണ്. ഗോവൻ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ചീഫ് മിനിസ്റ്റർ ആവണം എന്ന വലിയ തിരക്കോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ആളുകൾ വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ കാരണമാണ് ജീവിക്കാൻ ആവശ്യമായ പ്രാഥമികമായിട്ടുള്ള വിഭവങ്ങൾ, വെള്ളം, മരുന്നുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇല്ലാതാവുന്നതിന്റെ ഭാഗമായി ഞങ്ങളുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നുള്ള വലിയ തോതിലുള്ള മറുപടി പശ്ചിമഘട്ടത്തിലെ പല മേഖലകളിലും ഉയർന്നു വന്നു തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് വാട്ടർ ഗവൺമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് വന്നത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഈ റിപ്പോർട്ട് പ്രായോഗികമല്ല. അന്ന് പ്രായോഗികമല്ല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രായപരിധി കഴിഞ്ഞ ഡാമുകൾ പൊളിച്ചു കളയണമെന്ന് റിപ്പോർട്ട് പറയുന്നു. 30 വർഷം മുതൽ 50 വർഷം പഴക്കമുള്ള ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പ്രോജക്റ്റ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇടുക്കടക്കമുള്ള ഡാമുകൾ പൊളിച്ചു കളയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് ഊർജ്ജം ലഭ്യമല്ല, നമുക്ക് വൈദ്യുതി ഉത്പാദനം ബുദ്ധിമുട്ടാവും, കേരളം ഇരുട്ടിലാവും. ഇത് എന്തുവരാനാണ്? മറ്റൊന്ന്, മലയോര മേഖലകളിലുള്ള കർഷകർ അവർ കുടിവെള്ളി പോകേണ്ടി വരും, അവരവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും. അവിടുന്ന് ആളുകളെ കുടി ഒഴിപ്പിക്കുന്നില്ല എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ റിപ്പോർട്ട് നടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ അവരുടെ ജീവിതം സാധ്യമാവില്ല, അവരവിടെ താഴേക്ക് ഇറങ്ങി പോകേണ്ടി വരും എന്നുള്ള 2ാമത്തെ പേര്. മനുഷ്യനെ മനസ്സിലാക്കാതെ, മനുഷ്യനെ കാണാതെ, വന്യമൃഗങ്ങളെ മാത്രം സ്നേഹിച്ച് കാടിനെ മാത്രം ഇഷ്ടപ്പെട്ട് കാടിന് മാത്രം എല്ലായിടത്തും വേണം എന്നാവശ്യപ്പെടുന്ന തരത്തിലുള്ള പരിസ്ഥിതി മൗലികവാദമാണ് ഈ റിപ്പോർട്ടിന്റെ പുറകിലുള്ളത് എന്നാണ് ഈ റിപ്പോർട്ടിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം. അത് ആദ്യത്തെ ആരോപണത്തെ കുറിച്ച് വളരെ ലളിതമായി നമുക്ക് പറയാം. ഡാമിനെ കുറിച്ചുള്ള പേടിയെ കുറിച്ച്. പക്ഷേ ഈ മുണ്ടക്കയം ഭാഗത്തുള്ള ആളുകളെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മുല്ലപ്പെരിയാർ സമരം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വലിയൊരു പേടി നമുക്കറിയാം. വലിയ തരത്തിൽ ആളുകൾ ഭയപ്പെട്ടിട്ടുണ്ട്, വലിയ തോതിലുള്ള മൊബിലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകൾ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് സമരം ചെയ്യാനായിട്ട്. നമുക്കെല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട് അത് സംഭവിച്ചെന്താണ്. എന്തായിരുന്നു ആ സമരത്തിന്റെ ന്യായം? എന്തായിരുന്നു ആ സമരത്തിന് പുറകിലുള്ള കാഴ്ചപ്പാട്? എന്ത് ഡാറ്റയുടെ പുറത്താണ് അന്ന് ആ സമരം ചെയ്തത്? ആ ചോദ്യങ്ങളൊക്കെ പോട്ടെ. ഇപ്പൊ എന്തായി? ഇപ്പൊ എന്താ സമരം നടത്താത്തത്? സമരം ജയിച്ചു അതോ സമരം പരാജയപ്പെട്ടോ? എന്തായിരുന്നു തീരുമാനങ്ങൾ? എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് മുല്ലപ്പെരിയാർ ഡാമിലോട്ട് ഒഴുകി വരുന്ന വെള്ളം സ്വീകരിക്കാനായിട്ട് ഇടുക്കി ഡാമിനെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ഡാമിൽ ഒഴുക്കി കളഞ്ഞ കുറേ വെള്ളമുണ്ട്. അത് കുറച്ചുകൂടി നേരത്തെ നമുക്ക് പുറത്തോട്ട് കിട്ടുക എന്നുള്ളത് അല്ലാതെ വേറൊരു പ്രത്യേകിച്ച് ഗുണവും മുല്ലപ്പെരിയാർ സമരങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അങ്ങനെ സമരം ചെയ്യും, നമുക്ക് ആളുകൾ പെട്ടെന്ന് വയലുണ്ടാക്കാം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതേ ആളുകൾ തന്നെ, അന്ന് സമരം ചെയ്ത ആളുകൾ തന്നെ ഗാന്ധി കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പറയുന്നത് ഇതാണ്, ഈ റിപ്പോർട്ടിൽ പ്രായമായ ഡാമുകൾ പൊളിച്ചു കളയാനെന്ന് പറയുന്നു. അങ്ങനെ ഡാമുകൾ പൊളിച്ചു കളയാൻ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിട്ട് ആ സമരത്തെ ഓർമ്മയുള്ളവർക്ക് അറിയാം. ഈ റിപ്പോർട്ട് കുറെ മുന്നേ നടപ്പിലാക്കിയാണെങ്കിൽ മുല്ലപ്പെരിയാർ സ്വപ്നമാവുകയും ചെയ്യും. കാരണം ഡാം ഡീകമ്മീഷൻ എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷവും കൃത്യമായി ഡാമിന്റെ സ്ട്രക്ചർസ് ആൻഡ് സ്റ്റെബിലിറ്റിയെ കുറിച്ചും ഡാമിന്റെ സിറ്റുവേഷനെ കുറിച്ചിട്ടും അതെത്രമാത്രം അതിന്റെ സേവനങ്ങൾ നൽകാൻ ശേഷിയുണ്ടെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കുകയും ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനൊരു സംഭവം നമുക്കില്ല. അങ്ങനെ തെളിവുകൾ ഇല്ലാത്ത അവസ്ഥയിൽ, ശാസ്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയിൽ അഭ്യൂഹങ്ങൾ മാത്രം മുൻനിർത്തി നമ്മൾ സമരങ്ങളിലേക്ക് പോകും, വലിയ പേടികളിലേക്ക് പോകും. ഒരു സമൂഹം മൊത്തം തന്നെ ഉറപ്പുവച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രായപരിധി കഴിഞ്ഞ ഡാമുകളെല്ലാം തന്നെ ഡീകമ്മീഷൻ പ്രോസസ്സിന് വിധേയമാക്കണം, കൃത്യമായ പഠനങ്ങൾ നടത്തണം എന്നുള്ള നിലയ്ക്ക് ഒരു സജഷനാണ് റിപ്പോർട്ട് മുന്നിൽ വെച്ചിട്ടുള്ളത്. ആളുകളെ കുടിയൊഴിപ്പിക്കുന്നില്ല എന്നുള്ളത് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ അതിനെ കൊടുത്തിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളാണ്. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കേരളത്തിൽ തന്നെ പല സമയത്തും ഉയർന്നു വന്നിട്ടുള്ള പല പ്രസ്ഥാനങ്ങളുടെയും പല ചിന്താരീതികളുടെയും കാഴ്ചപ്പാടുകളുടെയും സ്വാംശീകരണവും ഈ റിപ്പോർട്ടിനകത്ത് കാണാം. കേരളത്തിൽ മാത്രമല്ല, പശ്ചിമഘട്ട മേഖലകളിൽ പല സ്ഥലത്തും നടന്നിട്ടുള്ള ധാരാളം പരിസ്ഥിതി
തരത്തിലുള്ള ഊർജ്ജവും ഈ റിപ്പോർട്ടിനകത്തേക്ക് ഉൾച്ചേർക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നിർബന്ധിക്കപ്പെടുന്നത്? അത് മറ്റു ചില കാരണങ്ങളുണ്ട്. അത് പറയുന്നതിന് മുന്നേ തന്നെ കാടിന് കൂടുതലുള്ള ഷർട്ടുകളുടെ ചരിത്രം കൂടി പറയേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കാടിന് കേടുണ്ടാക്കുന്നത് കാടിനോട് ചേർത്ത് ജീവിക്കുന്ന ആളുകളാണെന്നാണ്. കാടിനോടൊപ്പം ചേർത്ത് ജീവിക്കുന്ന ആളുകൾ കുറച്ച് കാട് കയറിയാൽ, അല്ലെങ്കിൽ കാടിനുള്ളിൽ ജീവിക്കുന്ന ആളുകൾ അവർക്ക് ആദിവാസികൾ അവർക്ക് ഭൂമി സ്വന്തമായിട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടു. അവർക്ക് ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ കൈവശപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഭൂമി വേറെ ആളുകൾ വിൽക്കുന്നു. അവിടെ പുതിയ പ്രസ്ഥാനങ്ങൾ വരുന്നു. അങ്ങനെ കാടിനുള്ളിൽ ജീവിക്കുകയും കാടിനോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കാടിന് പരിക്കുണ്ടാക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് പലർക്കുമുണ്ട്. സത്യത്തിൽ കാടിനെ നോവിക്കുന്നത്, കാടിനെ ആക്രമിക്കുന്നത് കാടിനുള്ളിൽ താമസിക്കുന്നവരോ കാടിനോട് ചേർന്ന് താമസിക്കുന്നവരല്ല, മറിച്ച് നഗരങ്ങളാണ്. നഗരങ്ങളുടെ ജീവിതമാണ്. നഗരങ്ങളുടെ ജീവിത നിലവാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കാട് എന്നും ക്ഷയിച്ചിട്ടുള്ളത്. കാടിന് നൊന്തുന്നവർക്കപ്പോൾ തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വയനാട്ടിലെയും നിലമ്പൂരിലെയൊക്കെ കാടുകളുടെ ഉള്ളിലൂടെ വഴികൾ വെട്ടിയത് മുള വെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ മുള വെട്ടിയത് ആദിവാസികൾക്കോ അവിടെ പരിസരവാസികൾക്കോ മുട്ടയോ മുറോ കൊട്ടയോ മുറോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് സഫാരി സൂട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. TMS മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിൽ വ്യവസായവൽക്കരണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടുവന്ന് നടപ്പിലാക്കി വേൾഡ് റൈവൻസിന്റെ കമ്പനിയിലേക്ക് ടണ്ണിന് 50 പൈസ നിരക്കിൽ മുള കൊടുക്കാൻ തുടങ്ങിയത്. ആ മുള കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാടുകൾ നിറയെ റോഡുകൾ ഉണ്ടായത്. അത് ആദിവാസികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കുടിയേറ്റ കർഷകരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അവിടെ ജീവിച്ചിരുന്ന മറ്റ് ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുമായിരുന്നില്ല. അത് ഒരു വ്യവസായത്തിന് വേണ്ടിയായിരുന്നു. ആ വ്യവസായത്തിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാം. ഏകദേശം 20-25 വർഷം ആ പ്രദേശം ആകെ മലിനീകരിക്കപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയൊരു മത്സ്യത്തിന് പോലും ജീവിക്കാൻ പറ്റാത്ത വിഷമയമായിട്ട് ആ പുഴ മാറി. അവസാനം കമ്പനി അവിടെ ഇല്ലാതാവുക ചെയ്തു. കാട് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടു. കാട്ടിലുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ മലയിറക്കപ്പെട്ടു. ആ പ്രദേശം മലിനീകരിക്കപ്പെട്ടു. അത് അവസാനം അടച്ചുപൂട്ടി പോവുകയും ചെയ്തു. ഇങ്ങനെയാണ് കാടിനെ കൊണ്ട് ഇമ്പാക്ട് ഉണ്ടാവുന്നത്. കേരളത്തിലെ നഗരങ്ങൾക്ക് ആവശ്യമായ വലിയ തോതിലുള്ള ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഒത്തിരി കാടുകൾ വെള്ളത്തിനടിയിലായി പോയത്. ഇന്നും കേരളത്തിലെ നഗരങ്ങളിൽ വന്നിറങ്ങുന്ന വലിയ തോതിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള, അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകളാണ് ഇന്ന് കാടിനെ നോക്കുന്നത്. അതെങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റവും എളുപ്പ ഉദാഹരണമാണ് എന്തുകൊണ്ടാണ് വയനാട്ടിൽ കടുവ വെടിയേറ്റ് മരിച്ചതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും.